9 വയസ്സുകാരിയായ മകളുടെ നേരെ നടുറോഡിൽ ലൈംഗികാതിക്രമം നടത്തിയ 17-കാരനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന പരാതി. പോക്സോ കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് ആരോപണം. പോക്സോ കേസിലെ പ്രതിയുടെ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ എടുത്ത കേസിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത്. കൊച്ചി കടവന്ത്ര പോലീസിന്റെ നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി വൈകുന്നേരം 4:30-യോടെയാണ് നടു റോഡിൽ വെച്ച് 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഇളയ സഹോദരിക്കൊപ്പം റോഡിൽ സൈക്കിൾ ചവിട്ടാനിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ 17-കാരൻ നടത്തിയ ലൈംഗിക അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുണ്ട്. അക്രമം നടത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പെൺകുട്ടിയുടെ പിതാവ് പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക CPM നേതാക്കളടക്കം സമീപിച്ചെങ്കിലും വഴങ്ങിയില്ലെന്നാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. പ്രതിയായ 17-കാരനെതിരെ പോക്സോ കേസ് എടുത്തെങ്കിലും പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു. ജാമ്യം കിട്ടിയതിന് പിന്നാലെയാണ് പ്രതിയായ 17-കാരൻ പെൺകുട്ടിയുടെ പിതാവ് മർദ്ദിച്ചെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ പരാതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിട്ടും കടവന്ത്ര പോലീസ് കേസെടുത്തു. 9 വയസ്സുകാരിയായ മകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചതിന്റെ പേരിലാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ജാമ്യമില്ലാത്ത വകുപ്പുകളുള്ള കേസിൽ പ്രതിയായത്. അതേസമയം 17-കാരന്റെ പരാതി ആയതിനാലാണ് അതിജീവിതയായ പെൺകുട്ടിയുടെ അച്ഛനെതിരെ കേസെടുക്കേണ്ടി വന്നതെന്നാണ് കടവന്ത്ര പോലീസിന്റെ വിശദീകരണം. കേസെടുത്തതല്ലാതെ കുട്ടിയുടെ അച്ഛനെതിരെ തുടർ നടപടികളൊന്നും എടുത്തിട്ടില്ലെന്നും പോലീസ് ന്യായീകരിക്കുന്നുണ്ട്.